ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ റിസ്ക് അനലൈസ് ചെയ്യുന്ന 3 മെത്തേഡുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിൽ മുന്നത്തെ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് ആദ്യത്തെ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെൻസിറ്റിവിറ്റി അനാലിസിസ് ആയിരുന്നു. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് സിനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം വാട്ട് ഇസ് സിനാരിയോ അനാലിസിസ്. എന്താണ് ഈ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ സിറ്റുവേഷൻസ് അല്ലേ. സിനാരിയോ അനാലിസിസ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഡിഫറെൻറ്റ് സിനാരിയോസ് ടു അസസ് പ്രൊജക്ട്സ് പെർഫോമൻസ് അണ്ടർ വേരിയസ് കണ്ടീഷൻസ്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പല കണ്ടീഷനിലൂടെ ആയിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പല കണ്ടീഷനുകൾ വരുന്ന സമയത്ത്, പല സ്ഥിതിഗതികൾ വരുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ്. ആ സന്ദർഭത്തിന് അനുയോജിച്ച് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നതാണ് സിനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സിനാരിയോ ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബെസ്റ്റ് കേസ് ആയിട്ട് പറയാം, ഒന്ന് വേഴ്സ്റ്റ് കേസ് ആയിട്ട് പറയാം, പിന്നെ മോസ്റ്റ് ലൈക്ലി എന്നൊരു കേസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇവിടെ ഈ ഒരു സിനാരിയോനെ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ അതിനെ ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യണം ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ചേഞ്ചസ് ദാറ്റ് മേ ഒക്കർ ടു എക്സിസ്റ്റിംഗ് വേരിയബിൾ. നിലവിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരാമെന്നുള്ളതും അതിനനുസരിച്ച് കൊണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കുമെന്നും ഞാനത് മുൻകൂട്ടി കാണുന്ന ഒരു പ്രോസസ്സിനെയാണ് സിനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് സിനാരിയോ ആണുള്ളത്. അതായത് ഒരു ഇൻവെസ്റ്റർ നോർമലി ഫേസ് ചെയ്യുന്ന, ഒന്നില്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ പോവാം, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോവാം, അതല്ലെങ്കിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെയും പോവാമെന്നാണ്. അതിൽ ഒന്നാമത്തെ ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ബേസ് കേസ് സിനാരിയോ ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം നമുക്ക് സാധ്യമായത് എന്ന് പറയുന്നത് എന്താണ്? 3 സിനാരിയോ ആണ്. അത് ക്ലിയർ ആണല്ലോ. അതിൽ ബേസ് കേസ് സിനാരിയോ എന്ന് പറയുമ്പോൾ ദിസ് റെഫേഴ്സ് ടു ദ ഓർഡിനറി ഓർ ടിപ്പിക്കൽ സിനാരിയോ, അതായത് നോർമൽ കണ്ടീഷൻ, പ്രത്യേകിച്ച് വലിയ ഗുണവും നമുക്കില്ല ദോഷവും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ടു മോഡിഫൈ ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് വൺ വുഡ് ലൈക്ലി ടു യൂസ് ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് ടാക്സ് റേറ്റ്. നമ്മൾ ആ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ തീർച്ചയായും യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റോ അല്ലെങ്കിൽ ടാക്സ് റേറ്റോ യൂസ് ചെയ്ത് ചെയ്യുന്നത് നോർമൽ കേസിൽ പോകുന്നതാണ് ബേസ് കേസ് എന്ന് പറയുന്നത്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ദ മോസ്റ്റ് എക്സ്ട്രീം സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ ഹാപ്പൺ ഇഫ് തിങ്സ് ഡോണ്ട് ഗോ ആസ് പ്ലാൻഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി, അതായത് നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഭാവിയിൽ എങ്ങനെ ആവണം എന്താവണം എന്ന് നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യാം, പക്ഷെ അത് അതുപോലെ നടക്കൂല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് ആ പ്ലാൻ ചെയ്തതുപോലെ നടക്കാതെ ഇരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും മോശമായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനാണ്, അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിനി ഇതിനപ്പുറത്തേക്ക് നഷ്ടങ്ങൾ വരാം, ഇനി ഒന്നുമില്ല, അത്രയ്ക്ക് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇറ്റ് കൺസിഡേഴ്സ് ദ മോസ്റ്റ് സീരിയസ് ഓർ സിവിയർ ഔട്ട്കം ദാറ്റ് മേ ഹാപ്പൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സംഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം അത് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വൺ വുഡ് യൂസ് ദ ഹയസ്റ്റ് പോസിബിൾ ടാക്സ് റേറ്റ് ഓർ ദ ഹയസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരിക, അതേപോലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് കൂടി നിൽക്കുക. ഇത് രണ്ടുമാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത്. ഇനി ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഔട്ട്കമ്മിന് ഏറ്റവും ഫേവറബിൾ ആയി നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ നടക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം നമുക്ക് കിട്ടുന്നു. ഇറ്റ് ഈസ് ദ ഐഡിയൽ പ്രൊജക്റ്റഡ് സിനാരിയോ ആൻഡ് ഈസ് മോസ്റ്റ് ഓൾവേസ് പുട്ട് ഇൻ ടു ആക്ഷൻ ബൈ മാനേജ്മെൻറ്റ് ടു അച്ചീവ് ദർ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഇവിടെയാണ് മാനേജ്മെൻറ്റിന് അവർ പ്ലാൻ ചെയ്ത പോലെ അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റിൽ യൂസിങ് ദ എക്സാമ്പിൾ എബോ, അങ്ങനെ വരുമ്പോൾ മുകളിലത്തെ ഒരു ആ സിറ്റുവേഷൻ എന്തായിരിക്കും? ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് ദ ലോവസ്റ്റ് പോസിബിൾ ടാക്സ് റേറ്റും ലീസ്റ്റ് പോസിബിൾ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനാരിയോ എന്ന് മനസ്സിലായ കാര്യം,
എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്ന സമയത്ത് നല്ലത് എന്ന് പറയുന്നെങ്കിൽ അവിടെ ടാക്സ് റേറ്റ് കുറവായിരിക്കണം, അതേപോലെ ഡിസ്കൗണ്ട് റേറ്റും കുറവായിരിക്കണം. ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ടാക്സ് റേറ്റ് കൂടുകയും ഡിസ്കൗണ്ട് റേറ്റ് ഏറ്റവും ഹയസ്റ്റ് ആയി നിൽക്കുകയും ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ഇനി ഒരു ബേസ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം അവിടെ എന്താണ്, വൺ വുഡ് ലൈക്ലി ടു യൂസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് ടാക്സ് റേറ്റ്. ഒരു മീഡിയം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ബേസ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 സിനാരിയോ എന്ന് പറയുന്നത്. ഈ 3 സിനാരിയോയിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്, അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ട റിസ്കുകൾ എന്താണ്, എത്രത്തോളം നമുക്ക് അതിൽ കുറവുകളൊക്കെ സംഭവിക്കാം, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ നമ്മളിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതായത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് എന്നുള്ളത് പോലെയല്ല, മുൻകൂട്ടി തന്നെ നമ്മൾ ഈ 3 സിറ്റുവേഷനെയും പഠിച്ച് അതിലുള്ള റിസ്കുകൾ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ പ്രൊജക്റ്റിനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോ അനാലിസിസിൻ്റെ അങ്ങനെയാണ് വെച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാവുന്ന തന്നെയാണ് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഭാവിയിൽ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തോരം റിട്ടേൺസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ റിസ്കുകൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റിസ്കുകൾ വരാൻ സാധ്യതയുണ്ട്, എത്രത്തോളം റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, എന്നുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. പ്രൊആക്റ്റീവാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ ഈ 3 സിനാരിയോയിലൂടെ പോകുമ്പം കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വരാൻ സാധ്യതയുള്ള ലോസിനെ കുറയ്ക്കാൻ സാധിക്കും. റിസൾട്ട് ഫ്രം അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ബൈ പ്രിവെൻറ്റിങ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. നമ്മളിപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണെന്നുള്ളത് നോക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് ഒരു പരിധി വരെ എല്ലാ ഫാക്ടറിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. കമ്പനിക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കുറേ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ലോസും കാര്യമൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അവോയ്ഡ് റിസ്ക് ആൻഡ് ഫെയിലിയേഴ്സ്, ഒരു പരിധി വരെ ഈ ഒരു 3 സിനാരിയോയിൽ കൂടെ പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള റിസ്കുകളും ഫെയിലിയേഴ്സിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ഓർ ലോസസ്. ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം ടു കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓർ ഫിഗേഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ. നമുക്ക് ഭാവിയിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന ഗെയിനും ലോസൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഒരു സിനാരിയോൻ്റെ ഡ്രോബാക്കുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്ര നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ആളെ കൊണ്ട് അത് സാധിക്കില്ല. പകരം ഈ ഒരു മേഖലയിൽ അത്രയും അറിവും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ല ഹൈ ലെവൽ ഓഫ് സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് ഒരു നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതൊക്കെയാണ്. ഒരു എക്സ്പെർട്ടൈസിൻ്റെ സഹായത്തോടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ ഉള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഭാവിയിൽ വരാം. അപ്പോൾ അതിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതിലൂടെ എന്തൊക്കെ നഷ്ടം വരുന്നോ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. നല്ലൊരു എക്സാമ്പിളാണ് കൊറോണ എന്ന് പറയുന്നത് അല്ലേ. ഒരാളും ഇങ്ങനെ ഒരു വേർഡോ ഇങ്ങനൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൗണിലേക്കോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരാൾക്കും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അതും ഒരുപാട് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ചെയ്യുന്ന പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു 10ഓ 20ഓ വർഷത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആ ഒരു റിസ്ക് ആയി തന്നെ അവിടെ നിൽക്കുകയാണ്. നമ്മളത് അൺഫോർസീനാണ്, നമുക്ക് മുൻകൂട്ടി ഒരു സൂചന പോലും കിട്ടാത്ത കാര്യങ്ങളാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് വന്നാലും തടയാനോ അതിനെ മുൻകൂട്ടി കണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാനൊന്നും സാധ്യമല്ല. cannot model every scenario. It may be difficult to model all possible scenario and assign probabilities to them. ഇപ്പോൾ നമ്മൾ 3 സിനാരിയോ ഒക്കെ പറഞ്ഞു വെച്ചാലും അതിൽ ഏത് വരുന്നോ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ അസൈൻ ചെയ്യണമെന്നോ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ സ്റ്റെപ്സ് ഇൻ സിനാരിയോ അനാലിസിസ്. ഈ സിനാരിയോ അനാലിസിസ് നടത്തണമെങ്കിൽ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ചെയ്തു പോവുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ആദ്യമായി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ റിലവൻറ്റ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു സിനാരിയോ അനാലിസിസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോ, റെലവൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
കാരണം ഇൻക്രിമെൻ്റൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ദാറ്റ് ദ പ്രോജക്റ്റ് വിൽ ജനറേറ്റ് ഓവർ ഇറ്റ്സ് ലൈഫ് ടൈം. നമുക്കറിയാലോ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ എത്ര വർഷത്തേക്ക് നമ്മൾ നോക്കും, ആ പ്രൊജക്റ്റിൻ്റെ കാലയളവ് വരേക്ക് അതിൽ നിന്ന് ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്ത് ക്യാഷ് ഫ്ലോ കിട്ടും എന്നുള്ളത് നോക്കാം. ഡിഫൈൻ ദ സിനാരിയോസ് ആൻഡ് അസൈൻ പ്രോബബിലിറ്റി. അതിനുശേഷം നമ്മൾ ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 സിനാരിയോയിലൂടെയും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതിൽ ഓരോന്നിനും ഓരോ ഫാക്ടേഴ്സിനനുസരിച്ചുള്ള ചേഞ്ചസും ഓരോ വെയിറ്റേജും ഒക്കെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിഫൈൻ ദ സിനാരിയോസ് ദാറ്റ് യു വാണ്ട് ടു അനലൈസ് ആൻഡ് അസൈൻ പ്രോബബിലിറ്റി ടു ഈച്ച് വൺ. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ 3 സിറ്റുവേഷനിൽ എന്താണോ അതിലെങ്ങനെയൊക്കെയാണ് ഓരോന്നിൻ്റെയും സാധ്യത എങ്ങനെയൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സിനാരിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെറ്റ് ഓഫ് അസംഷൻ ആണ് അല്ലേ. നമ്മൾ പറയുകയാണ് നമ്മുടെ പ്രൊജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ പോവും, അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്, അതൊക്കെ നമ്മുടെ അസംഷനാണ്. അപ്പോൾ ആ ഒരു ബെസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പ്രൊജക്റ്റ് പോകുന്നതെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയായിരിക്കും, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയായിരിക്കും, അതേപോലെ ആ സമയം അതിൻ്റെ സെയിൽസ് വോളിയം എങ്ങനെയായിരിക്കും, പ്രൈസ് എങ്ങനെയാണ്, കോസ്റ്റ്, ഗ്രോത്ത് റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ്, ഇൻഫ്ലേഷൻ, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കുന്നത്. ഓക്കെ, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ NPVയും ഓരോ സിനാരിയോ എടുത്തിട്ട് അതിൻ്റെ NPV IRR ഒക്കെ കണ്ടുപിടിക്കാം. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ NPV നമുക്കറിയാലോ ഓൾറെഡി എന്താണ്, ഡിഫറൻസ് ആണ് ക്യാഷ് ഇൻഫ്ലോൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോയിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിൽ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് NPV കിട്ടുക. ക്ലിയർ ആണല്ലോ. നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഒരു ഫേമിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എടുക്കുക, രണ്ടിനെയും പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക, അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതാണ് NPV എന്ന് പറയുന്നത്. IRR എന്ന് പറഞ്ഞാലും ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ദാറ്റ് മേക്സ് ദ NPV ഈക്വൽ ടു 0. നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണാത്ത ആളുകളിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. IRR എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് എപ്പോഴാണോ NPVക്ക് തുല്യമായിട്ട് വരുന്നത്, ഈക്വൽ ടു 0, രണ്ടും തുല്യമായി വരുമ്പോൾ അവിടെ 0 ആണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന കാൽക്കുലേഷൻസ് അവിടെ കണ്ടക്ട് ചെയ്യാം. നാലാമത്തേൽ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടിയ റിസൾട്ടിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്താണ്, അതിന് ശേഷം നമ്മൾ ഡിസിഷൻ എടുക്കുക. ഇവാലുവേറ്റ് ദ റിസൾട്ട്സ് ആൻഡ് മേക്ക് ഡെസിഷൻ. യു ക്യാൻ യൂസ് സെവറൽ ക്രൈറ്റീരിയ ടു കമ്പയർ ദ സിനാരിയോ. നമുക്ക് പല തരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് ഈ ഒരു സിനാരിയോനെ കമ്പയർ ചെയ്യാൻ വേണ്ടി. അതായത് നമുക്ക് എക്സ്പെക്റ്റഡ് NPV കാണാം, എക്സ്പെക്റ്റഡ് IRR കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം, സെൻസിറ്റിവിറ്റി അനാലിസിസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് ചെയ്യാവുന്നതാണ്. യു ഷുഡ് ചൂസ് ദ പ്രോജക്റ്റ് ദാറ്റ് ഹാസ് ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് NPV ഓർ IRR. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് ഏത് വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ എപ്പോഴും എവിടെയാണോ ചെയ്യുമ്പം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് NPV കിട്ടുന്നത് അല്ലെങ്കിൽ IRR കിട്ടുന്നത്, അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനോ കിട്ടുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് സെൻസിറ്റിവിറ്റി ടു ചേഞ്ചസ് ഇൻ അസംഷൻസ്, സെൻസിറ്റിവിറ്റിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറവായിട്ട് മാറ്റങ്ങൾ കാണിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സിനാരിയോ അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സാഗർ ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ന്യൂ പ്രോജക്റ്റ്. സാഗർ ലിമിറ്റഡ് ഒരു പുതിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അത് പരിഗണനയിൽ വെച്ചിരിക്കുകയാണ്. ദ പ്രോജക്റ്റ് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ₹1 lakh. പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര രൂപ വേണം? 1 lakh വേണം. ദ കമ്പനി വാണ്ട്സ് ടു അനലൈസ് 3 ഡിഫറെൻറ്റ് സിനാരിയോ ഫോർ ദ പ്രോജക്ട്സ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ അവർ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 3 സിനാരിയോ ഇവിടെ നോക്കുന്നുണ്ട്, ഓപ്റ്റിമിസ്റ്റിക്കും, ബേസും, പെസിമിസ്റ്റിക്കും. അപ്പോൾ അതിലുള്ള അസംഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇനീഷ്യലി അവർ കൊടുക്കുന്നത് എത്രയാണ്? 1 lakh ആണ്. ഇതിൽ അവർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 years ആണ്. ഈ പ്രോജക്റ്റിന് ഡിസ്കൗണ്ട് റേറ്റ് 10% തരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് 3 സിനാരിയോയിലും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ദ 3 സിനാരിയോ. ഒന്ന് ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോ ഉണ്ട്, 2 ബേസ് സിനാരിയോ ഉണ്ട്, പെസിമിസ്റ്റിക് സിനാരിയോ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ദ പ്രൊജക്റ്റ് വിൽ ജനറേറ്റ് ക്യാഷ് ഫ്ലോസ് ഓഫ് ₹30,000 പെർ ഇയർ. ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ വർഷവും എനിക്ക് 30,000 കിട്ടുന്നുള്ളതാണ് നമ്മുടെ ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. ബേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ 20,000 എല്ലാ വർഷവും കിട്ടും. പെസിമിസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ആകെ 10,000 കിട്ടുള്ളൂ. ഇതാണ് അവർ തന്നിരിക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിസിൽ നമ്മളോട് NPV ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സിനാരിയോയിലും വരുന്ന NPV ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആദ്യം NPV, ഓരോ സിനാരിയോൻ്റെ NPV കാണണം. അപ്പോൾ NPVയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. n sigma CT by 1 + r whole raised to n - 10 എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ 1 അല്ല ഐ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. CT എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ അറ്റ് ടൈം, ഏത് സമയമാണോ നമുക്ക് എത്ര സമയമാണോ തന്നിരിക്കുക അതിൻ്റെ ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ. പിന്നെ R എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. N എന്ന് പറയുന്നത് ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് 1 to 5 years. R എന്ന് പറയുന്നത് 10% ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 വർഷത്തേക്കാണെന്നാണ് നമ്മുടെ പ്രൊജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, എത്ര രൂപയാണ് നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സിനാരിയോ നോക്കാം. ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോ ആണ്. ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ നമ്മളോട് എന്താ പറഞ്ഞത്, എല്ലാ വർഷവും 30,000 കിട്ടും, അങ്ങനെ 5 വർഷവും കിട്ടും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 1 lakh മുടക്കി കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്ക് 10% ഡിസ്കൗണ്ട് റേറ്റിൽ 30,000 പെർ ഇയർ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോ എടുക്കുക. ആദ്യത്തെ കേസ് ക്യാഷ് ഫ്ലോസ് ₹30,000 പെർ ഇയർ ഫോർ 5 years. അത് ക്ലിയർ അല്ല എല്ലാവർക്കും? എല്ലാ വർഷവും 30,000 കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക്കിൽ കാണുന്ന 5 വർഷത്തേക്ക്. R എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്, 10%, ദാറ്റ് ഇസ് 0.10 എന്ന് പറയാം. I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, 1 lakh ആണ് ഇതിലേക്ക് നമ്മൾ മുടക്കേണ്ടത്. അപ്പോൾ ഇവിടെ NPVയുടെ കാൽക്കുലേഷൻസ് നോക്കുക. 5 വർഷമല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് കൃത്യമായി നോക്കാം. ഫസ്റ്റ് വർഷം 30,000 കിട്ടി, ഡിവൈഡഡ് ബൈ 1 പ്ലസ് അതിൻ്റെ റേറ്റ് എത്രയാണ്, 0.10. ഓക്കെ, 10% എന്നുള്ളത്. പ്ലസ് രണ്ടാമത്തെ വർഷത്തിലേക്ക് വന്നു, 1 പ്ലസ് 1.010 ഹോൾ റേസ് ടു 2. ഇത് രണ്ടാമത്തെ വർഷം. ഇത് മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം, അഞ്ചാമത്തെ വർഷം. ഇത്രയും 5 വർഷങ്ങളുടെ ക്യാഷ് ഫ്ലോ നമ്മൾ എടുത്തിട്ട് മൈനസ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, എത്രയാണോ നമ്മൾ ഇറക്കിയ പൈസ അതാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ചെയ്യാന്ന് പറഞ്ഞെന്താ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 30,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.10. അപ്പോൾ അതിനർത്ഥം എന്താ, 1.10. 30,000-നെ 1.10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 27,273 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് 1.10നെ ട്വൈസ്, 2 തവണ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ്. ആ കിട്ടുന്ന ആൻസറിനെ 30,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, 24,793 കിട്ടി. അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പം ഓരോ വർഷത്തെയും നമുക്ക് കിട്ടുന്നുണ്ട്. 1, 2, 3, 4, 5 വർഷത്തെയും കിട്ടി. കിട്ടിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, -1 lakh, അതിൽ നിന്ന് 1 lakh ലെസ് ചെയ്യണം. അപ്പോൾ 5 വർഷത്തെയും കൂടി നമുക്ക് NPV കിട്ടിയത് എത്രയാണ്, 1,13,723 ആണ് കിട്ടിയത്. അതിൽ നിന്ന് 1 lakh നമ്മൾ ലെസ് ചെയ്തപ്പം ആ ഡിഫറൻസ് എത്ര വന്നു, 13,723 ആണ് കിട്ടിയത്. ഇതാണ് ഓപ്റ്റിമിസ്റ്റിക്കിൽ ഉള്ള സിനാരിയോയിൽ നമുക്ക് കിട്ടുന്ന NPV എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ബേസ് സിനാരിയോ ആണ് പറഞ്ഞത്. അതായത് ബേസ് സിനാരിയോയിൽ ക്യാഷ് ഫ്ലോ എത്രയാണെന്നാണ് പറഞ്ഞത്, 5 വർഷം, ഓരോ വർഷവും 20,000 കിട്ടുന്നുള്ളായിരുന്നു. സെയിം മെത്തേഡാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം 20,000 കിട്ടി, ഡിവൈഡ് ബൈ 1 പ്ലസ് 10% അല്ലേ, അപ്പോൾ 0.10. അങ്ങനെ 5 വർഷം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, 4, 5 ആൻഡ് ലാസ്റ്റ് നമ്മൾ 1 lakh ലെസ് ചെയ്യും. ഓരോ വർഷവും നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. 20,000 ഡിവൈഡഡ് ബൈ 1.10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1.10നെ 2 തവണ ഇൻറ്റു ചെയ്യാം. എഴുതി ഇൻറ്റു ചെയ്തിട്ട്, അതായത് 1.10 ഇൻറ്റു 1.10 ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ കൊണ്ട് വേണം 20,000 ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ 3 ടൈംസ് ചെയ്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ടൈംസ് 5 ടൈംസ് ചെയ്യാം. അപ്പോൾ ചെയ്ത് കിട്ടുന്ന ഉത്തരങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് ആ ടോട്ടൽ 75,815 കിട്ടും. അതിൽ നിന്ന് -1 lakh, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh അല്ലേ, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ്. കാരണം നമുക്ക് ചെറുതാണ് കിട്ടുന്നത് അല്ലേ, 1 lakh അതിലും കുറവാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, പെസിമിസ്റ്റിക് വരുമ്പോൾ എന്താ വെച്ചാൽ 10,000 ആണ് ഒരു വർഷം കിട്ടുക എന്നാണ് പറയുന്നത്. അവിടെയും മെത്തേഡ് സെയിം തന്നെയാണ്. 5 വർഷം ഇതേപോലെ എഴുതി കൂട്ടി നമ്മൾ ലാസ്റ്റ് ആയിരുന്ന 1 lakh ലെസ് ചെയ്തു. അപ്പം അതിലും കുറഞ്ഞു എമൗണ്ട്, 37,907 കിട്ടി. അതിന് മൈനസ് ചെയ്തപ്പം -62,093 ആണ് വന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, 3 സിനാരിയോയിലും ചെയ്തിട്ട് NPV കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഇനി ഈ കിട്ടിയ റിസൾട്ടിനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യണ്ടേ, എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ആദ്യത്തെ സിനാരിയോയിൽ നമ്മുടെ NPV പോസിറ്റീവ് ആയിരുന്നു, അതിൽ പ്രോഫിറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോയിൽ
അപ്പോൾ ആദ്യത്തെ കേസ് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഓപ്റ്റിമിസ്റ്റിക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ NPV എന്ന് പറയുന്നത് 13,723 പോസിറ്റീവ് ഫിഗർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഓപ്റ്റിമിസ്റ്റിക്കായി ചിന്തിക്കുകയെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ NPV എന്ന് പറയുന്നത് -24,185 ആയിരുന്നു. അത് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് മൈറ്റ് നോട്ട് ബി പ്രോഫിറ്റബിൾ. എന്താ അർത്ഥം? അത് പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കേസിലേക്ക് വന്നപ്പോൾ -62,093 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെയും മൈനസ് ഫിഗർ. പെസിമിസ്റ്റിക്കിലെ ആ ഒരു സിനാരിയോയിൽ നോക്കുമ്പോൾ വളരെ ഹൈ നെഗറ്റീവ് NPV ആ. കാരണം മൈനസും ആണ്, അതിൽ തന്നെ -62 എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അതിൽ സിഗ്നിഫിക്കൻറ്റ് ലോസ് ആണ്. എന്ത് വന്നാലും ഇത് ലോസിലേക്ക് മാത്രം പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. അതാണ് ആ 3 സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 3 സിനാരിയോയിൽ നമ്മൾ ചെയ്തു, റിസൾട്ടിനെ ഇൻ്റർപ്രിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായ കാര്യം? ദിസ് സിനാരിയോ അനാലിസിസ് റിവീൽസ് ദാറ്റ് ദ പ്രോജക്റ്റ് കുഡ് ഹാവ് സിഗ്നിഫിക്കൻ്റ്ലി വേരിയിങ് ഔട്ട്കംസ്. അതായത് 3 സിറ്റുവേഷൻ വരുമ്പോൾ 3 തരത്തിലുള്ള ഉത്തരങ്ങളാണ് നമുക്കിവിടെ കിട്ടിയത്. അതും വാരി ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ വന്നപ്പം പ്രൊജക്റ്റ് എന്തായി നമുക്ക് തോന്നി? പ്രോഫിറ്റബിൾ ആണ് തോന്നി. ബേസിലേക്കും പെസിമിസ്റ്റിലേക്കും വന്നപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ലോസിനുള്ള സാധ്യത കണ്ടു. കമ്പനി നീഡ്സ് ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക് ബേസ്ഡ് ഓൺ ദ ലൈക്ലിഹുഡ് ഓഫ് ഈച്ച് സിനാരിയോ. ഈ ഓരോ സിനാരിയോയിലും പഠിച്ച് മനസ്സിലാക്കിയപ്പം ഈ റിസ്ക് ഏറ്റെടുക്കാൻ കമ്പനി റെഡി ആണെങ്കിൽ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ അഡ്ജസ്റ്റിംഗ് ദ പ്രോജക്ട്സ് പാരാമീറ്റേഴ്സ്, അതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണോ ഉള്ളത് അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ആൻഡ് കാൽക്കുലേഷൻസ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ബൈ യൂസിങ് ഡിസ്കൗണ്ട് റേറ്റ് 10% ആയിട്ടാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിനാരിയോ അനാലിസിസ് കണ്ടക്ട് ചെയ്യേണ്ടത്. 3 കേസിലും ചെയ്തു നോക്കുക, ചെയ്തിട്ട് റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ നമ്മൾ 2 അനാലിസിസ് പഠിച്ചു, സെൻസിറ്റിവിറ്റി അനാലിസിസും സിനാരിയോ അനാലിസിസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ്. എന്തിനാ മെഷർ ചെയ്യാനാ? എമൗണ്ട് ഓഫ് റിസ്ക് എത്രയാണെന്നുള്ളതും ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി അനാലിസിസിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇഫക്റ്റ് ഓഫ് ചേഞ്ച് വൺ വേരിയബിൾ അറ്റ് എ ടൈം. ഏതെങ്കിലും ഒരു വേരിയബിൾ മാറുന്ന സമയത്ത്, മാറ്റം വരുമ്പം മറ്റൊരു വേരിയബിളിനെ എത്ര പെട്ടെന്ന് അത് ബാധിക്കുന്നുണ്ടെന്ന് നോക്കാനാണ് സെൻസിറ്റിവിറ്റി നോക്കുന്നത്. അല്ലെങ്കിൽ സിനാരിയോ അനാലിസിസിൽ അസസ് ചെയ്യുന്ന എന്താണ്? ഇഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ഓൾ ദ ഇൻപുട്ട് വേരിയബിൾ. ഇവിടെ എങ്ങനെയാണ്? ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എല്ലാ വേരിയബിളും ആണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ വരുന്ന ഇഫക്റ്റ് എന്താണെന്നാണ് നോക്കുന്നത്. വിത്ത് സച്ച് ആൻ അപ്രോച്ച് അനലിസ്റ്റ് കംസ് അപ്പ് വിത്ത് ഡിഫറെൻറ്റ് പോസിബിൾ ഈവൻറ്റ്സ് ആർ ലൈക്ലി ടു ഓക്കർ ഇൻ ദ ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ അനലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെയാണ് അവർ അനലൈസ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 4 ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ പറയുന്നത് ഷോ ഹൗ ചേഞ്ചസ് ഇൻ വൺ കീ ഫാക്ടർ അഫക്റ്റ് എ പ്രോജക്ട്സ് പ്രോഫിറ്റബിലിറ്റി. സെൻസിറ്റിവിറ്റിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് എന്തുണ്ട്? നമ്മുടെ ഔട്ട്കമ്മിനെ, പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുമെന്ന് നമുക്കറിയാം. അതിലത്തെ ഏതെങ്കിലും ഒരു ഫാക്ടർ മാറിയാൽ തന്നെ പ്രോഫിറ്റബിലിറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാനാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് വരുന്നത്. സിനാരിയോ അനാലിസിസിൽ നോക്കുന്നത് ഹൗ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് അഫക്റ്റ് പ്രോഫിറ്റബിലിറ്റി. ഇവിടെ ഒരു ഫാക്ടർ മാറുമ്പോഴാണ് സെൻസിറ്റിവിറ്റി എങ്കിൽ ഒന്നിലധികം ഫാക്ടേഴ്സ് ഇൻപുട്ടിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്ത് മാറ്റങ്ങളാണ് പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അവിടെ ഒന്നല്ല, ഒന്നിലധികം ഫാക്ടേഴ്സിൽ ഈ പല കോമ്പിനേഷൻസിൽ വരുമ്പം ചേഞ്ചസ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. സെൻസിറ്റിവിറ്റി അനാലിസിസിൽ ചേഞ്ചസ് മെയ്ഡ് ഇൻ വൺ വേരിയബിൾ അറ്റ് എ ടൈം. സെൻസിറ്റിവിറ്റിയിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമാണ് ഒരു സമയം മാറുന്നുള്ളൂ. സിനാരിയോയിൽ എങ്ങനെയാണ്? ഹോൾ സെറ്റാണ് മാറുന്നത്. മൊത്തത്തിൽ അവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഒറ്റയടിക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫാക്ടറാണ്. ഓരോ ഫാക്ടർ 1 by 1 ആയിട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റാണ് അവിടെ സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യണത്. സിനാരിയോ അനാലിസിസിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ടുഗദർ. 2, 5, 10 ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേരുമ്പോൾ വരുന്ന, അതും ആ ഒരു ഡിഫറെൻറ്റ് പോസിബിൾ സിനാരിയോയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏത് ഫാക്ടറാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പ്രൊജക്റ്റിൽ എന്നുള്ളതാണ്. വിച്ച് ഫാക്ടർ ഹാസ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ പറയണം
ഏതെങ്കിലും ഒന്ന് കോസ്റ്റിന് മാത്രം മാറ്റം വരുമ്പോൾ പ്രോഫിറ്റിനെ എങ്ങനെ ബാധിക്കും, സെയിൽസിന് മാത്രം മാറ്റം വരുമ്പോൾ എങ്ങനെ ബാധിക്കും, അങ്ങനെ ഓരോന്നിനെ എടുത്തിട്ടാണല്ലോ സെൻസിറ്റിവിറ്റി നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എലമെൻ്റ് എടുത്ത് പഠിക്കുമ്പം നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഇവയിൽ ഏതാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി വഴി മനസ്സിലാക്കാൻ പറ്റും. സിനാരിയോ അനാലിസിസ് ആവുമ്പം അവിടെ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ആണ്. എങ്ങനെ ഒരു പ്രോജക്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും പല കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിനാരിയോ അനാലിസിസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സിനാരിയോ അനാലിസിസ്, മെറിറ്റും ഡിമെറിറ്റും ഡിഫറൻസുകൾ പഠിക്കുക, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പ്. 3 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നമുക്ക് വേണമെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കാം. സ്റ്റെപ്സ് മാത്രമായിട്ട് 4 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 3 മാർക്സിനോ 6 മാർക്സിനോ ഒക്കെ ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് റിസ്ക് അനാലിസിസിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പം 3 കാര്യങ്ങളാണ് റിസ്ക് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റുകൾ കംപ്ലീറ്റ് ചെയ്തു, അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താന്ന്. രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് സിനാരിയോ അനാലിസിസ് ആണ്, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ മെത്തേഡ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, കാരണം എപ്പോഴും ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കാണാത്ത ആളുകൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് മുന്നത്തെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലൊരു അറിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയി കണ്ടുവരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്